ചൂരൽമല ടൗണിനോട് ചേർന്ന പ്രദേശമാണ് ഇപ്പോൾ നമ്മൾ കണ്ടത്. തൊട്ടടുത്ത് തന്നെയുള്ള വെള്ളാർമല സ്കൂളിൻ്റെ ബാക്ക് വശത്ത് മല ഇടിഞ്ഞ്, അതായത് ഉരുൾപൊട്ടി മരങ്ങളും മറ്റ് സാധനങ്ങളൊക്കെ അടിഞ്ഞു കിടക്കുന്നതിൻ്റെ ദൃശ്യമാണിത്. ആംബുലൻസുകൾ നിരത്തിയിട്ടിരിക്കുകയാണ്. എത്രമാത്രം ആളുകൾ കുടുങ്ങിക്കിടക്കുന്നുണ്ട് എന്നുള്ളതൊന്നും ഒട്ടും വ്യക്തമല്ല. പക്ഷേ നമ്മൾ കണ്ട പോലെയല്ല, ഒരുപാട് വലിയൊരു ദുരന്തമാണ് നടന്നിരിക്കുന്നത് എന്ന് നമുക്ക് മനസ്സിലാവുന്നുണ്ട്. കണക്കാക്കാൻ പറ്റാത്ത അത്ര വലിയ രീതിയിലുള്ള മണ്ണും മരങ്ങളും ഒക്കെ ഒഴുകി വന്നിരിക്കുകയാണ്. അത് മാറ്റുന്ന ദൃശ്യങ്ങളാണ് കണ്ടുകൊണ്ടിരിക്കുന്നത്. ഒരുപാട് ആളുകളുണ്ടെങ്കിലും അവർക്ക് കൂടുതലൊന്നും ചെയ്യാൻ പറ്റാതെ തന്നെ നോക്കി നിൽക്കേണ്ട അവസ്ഥയാണ് ഇപ്പോൾ ഉള്ളത്. എല്ലാവരും എല്ലാത്തിനും തയ്യാറാണെങ്കിലും മണ്ണും മരവും ഒക്കെ കൂടിക്കിടന്ന് അപ്പുറത്തേക്ക് പോകാൻ പോലും പറ്റാത്ത വിധം റോഡ് അടഞ്ഞു പോയിരിക്കുകയാണ്. അപ്പോൾ റോഡ് ഉണ്ടാക്കുന്ന ഒരു പ്രവൃത്തിയാണ് ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നത്. അപ്പം നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ കണക്കാക്കാൻ പറ്റാത്തത്ര മണ്ണും മരവും ഒക്കെ ഒഴുകി വന്ന് ഇവിടെ ഉണ്ടായിരുന്നൊരു റോഡ് അടഞ്ഞു പോയിരിക്കുകയാണ്. ആ റോഡ് പുനർനിർമ്മിക്കാനുള്ള പരിപാടിയാണ് JCB വെച്ച് ചെയ്തുകൊണ്ടിരിക്കുന്നത്. അതിനുശേഷം മാത്രമാണ് ഇവിടുന്ന് വണ്ടികൾക്കും ആളുകൾക്കും ഒക്കെ അപ്പുറത്തേക്ക് പോയി രക്ഷാപ്രവർത്തനം നടത്താൻ പറ്റുള്ളൂ എന്നുള്ളൊരു അവസ്ഥയുണ്ട്. മാത്രമല്ല, മഴ നിർത്താതെ പെയ്തുകൊണ്ടിരിക്കുകയാണ്. വളരെ ശക്തമായ രീതിയിൽ തന്നെ, അടിയൊഴുക്കുള്ള രീതിയിൽ തന്നെ പുഴയിലൂടെ വെള്ളം ഒലിച്ചുകൊണ്ടിരിക്കുന്നു. പ്രതികൂലമായി മഴ ശക്തമായി പെയ്യുന്നത് കൊണ്ട് അതും വലിയൊരു പ്രതിസന്ധി സൃഷ്ടിക്കുന്നുണ്ട്. ആളുകൾ ഒരുപാട് പേരുണ്ടെങ്കിലും അവർക്ക് കാഴ്ചക്കാരായി നോക്കി നിൽക്കാൻ മാത്രമാണ് ഇപ്പോൾ പറ്റുന്നത്. ഈ JCB കൊണ്ടുള്ള പ്രവർത്തനം കഴിഞ്ഞതിന് ശേഷം മാത്രമാണ് ആളുകൾക്കും വാഹനങ്ങൾക്കും അപ്പുറത്തേക്ക് പോകാൻ പറ്റുള്ളൂ എന്നുള്ളൊരവസ്ഥയുണ്ട്. നമ്മളൊക്കെ രാത്രി 2 മണിക്ക് അറിയുന്നത്, ഫോൺ വന്നിട്ട് അറിയുന്നത്. കാരണം നമ്മൾ വീടിൻ്റെ കുറേ താഴെയായിട്ടാണ് ഇത് പൊട്ടി വന്നിരിക്കുന്നത്. കാരണം ഒരുപാട് കുടുംബങ്ങൾ, ഒരുപാട് ആളുകൾ പെട്ടെന്ന് ഉണ്ടായ ഇതിലാണ് 2 വട്ടം പൊട്ട് വന്നിട്ടുണ്ട്, ഉരുൾ പൊട്ടിയിട്ട്. അപ്പോൾ ഓരോരുത്തരും ഇങ്ങനെ ഫോൺ വിളിച്ചപ്പോഴാണ് നമ്മൾ അറിയുന്നത്. കുറേ ആൾക്കാരൊക്കെ രാത്രി ഇവിടെ എത്തിപ്പെട്ടിട്ടുണ്ട്, കുറേ ആൾക്കാരെ രക്ഷിച്ചിട്ടുണ്ട്. ശരിക്കും പറഞ്ഞാൽ ഭയങ്കര ഉണ്ട്, ഒരുപാട് പേരുണ്ട്. മുണ്ടക്കയിലൊക്കെ ഒരുപാട് ആളുകൾ പോയിട്ടുണ്ട്. ലൈൻസ് കുറേ ആളുകളെ കിട്ടാനുണ്ട്. ഒരുപാട് ദുരിതങ്ങളാണ്. സ്കൂളിനുണ്ട്. സ്കൂളിൽ വന്നിട്ട് ഈ മരമൊക്കെ വന്നിട്ട് സ്കൂളിൻ്റെ ഗ്രൗണ്ടിൽ കൂടെയാണ് ഇപ്പോൾ പുഴ പോകുന്നത്. അപ്പുറത്ത് പാലം ഉണ്ടായിരുന്നു, അമ്പലം ഉണ്ടായിരുന്നു. മൊത്തത്തിലൊരു കടൽ പോലെയാണ് ഇപ്പോൾ ഇവിടെ ആയിട്ടുള്ളത്. സ്കൂൾ ഗ്രൗണ്ട് ഇപ്പോൾ പുഴയായിട്ടാണ് മാറിയിട്ടുള്ളത്. അതിൽ വളരെ ദയനീയാവസ്ഥയാണ്.